അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ ഒരു കമൻറ്റ് വായിക്കാട്ടോ. നൂർ ഫാത്തിമ സ്റ്റോറിയിൽ ഇന്നലെ വന്ന കമൻറ്റാണ്. ഹാജറ സലാം എന്നുള്ള ആളാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അതായത് അവരുടെ കമൻറ്റ്, അൽഹംദുലില്ലാ, ദൈവം ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെ. അതുപോലെയായി. കാരണം അജ്മൽ സാർ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതേ കാര്യം തന്നെ അറബി പറയുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അത് രണ്ടും ഒത്തുകഴിഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അറബിയുടെ പിന്തുണ ബലമായിട്ട് വേണം. അല്ലാത്ത പക്ഷം അജ്മൽ സാറിൻ്റെ ജീവൻ പോകുന്ന പണിയാണ്. അവിടുത്തെ എല്ലാ കാര്യത്തിലും ദൃഢമായി ഇടപെടുന്ന ഒരാളുണ്ടല്ലോ, അറബിച്ചി. അവളെ എങ്ങനെയെങ്കിലും നൈസായി ഒഴിവാക്കിയാൽ എല്ലാം സാധിച്ച് എടുക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം അവൾ ഹംദയെയും അജ്മലിനെയും അതിൻ്റെ ശേഷം അറബിയെയും ഇല്ലാതാക്കുവാൻ ഒരു നിമിഷം മതി. അവളുടെ അഹങ്കാരത്തിനും വാശിക്കും ആരും കൂട്ടു നിൽക്കരുത്. അവളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അറബി മുമ്പോട്ട് വരണം. അവൾ എല്ലാത്തിലും പരാജയപ്പെടണം. അവളുടെ ഹുങ്കിരെല്ലാം അതൊരു പാഠമായി മാറണം. എന്നാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അജ്മൽ സാറിന് ഒരു പോറൽ പോലും ഏൽക്കാത്ത വിധത്തിൽ അവന് രക്ഷിക്കണം. സിനാൻ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടും അവനുണ്ടാവാൻ പാടില്ല. സൽവ, അതിനുവേണ്ടി നീ മുന്നോട്ടിറങ്ങണം. അവർ രക്ഷപ്പെടാൻ നമ്മൾക്കും പ്രാർത്ഥിക്കാം. മാഷാ അല്ലാ, അവരും രക്ഷപ്പെടട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹാജറ സലാം എന്ന് പറഞ്ഞ ഐഡിയയിൽ നിന്ന് വന്നൊരു കമൻറ്റാണത്. അവർ ഓരോ വീഡിയോക്കും നല്ല ലോങ്ങുള്ള കമൻസുകൾ ഒരുപാട് എഴുതുട്ടോ. ഞാനതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, നമ്മൾക്ക് വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നും. എന്തൊക്കെ തന്നെയാലും ഇവർ മാത്രമല്ല, ഒരുപാട് കമൻസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിൽ കാണുന്ന കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാമെന്ന് മാത്രം, എല്ലാ കമൻറ്റും വായിക്കാറുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവർക്കും മറുപടി ഒരു പക്ഷെ ഇതുപോലെ ഇങ്ങനെ പറയാനും വായിക്കാനും സമയം കിട്ടില്ല എന്ന് വരും. എങ്കിലും അൽഹംദുലില്ലാ സന്തോഷമാണ് കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും എനിക്ക് മനസ്സിക്ക് ഭയങ്കര സന്തോഷമാണ്. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ നിങ്ങൾ ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ കഥയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കഥ കേൾക്കുന്നവർക്കും അതുപോലെ തന്നെ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും പടച്ച റബ്ബ് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറായ ഖത്തറിലുള്ള സെബീന താത്ത എന്ന് പറഞ്ഞ ആ താത്തൊരു മെസ്സേജ് അയച്ചിരുന്നു. അതായത് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണോ ഇനി വലിയ താത്തയാണോ അറിയില്ല, ശരിക്കും ചോദിച്ചില്ല. അവർ ടെറസിൻ്റെ മുകളിൽ നിന്ന് എന്താ തെന്നി വീഴുന്നത് ചെയ്തിട്ട് കാലിനൊക്കെ എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് ഭയങ്കര പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. എല്ലാവരോടൊന്ന് ദുആ ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്ത് കൊടുക്കട്ടെ. എല്ലാ അസുഖം പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം ആരുടെ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം കിട്ടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ എല്ലാ അസുഖങ്ങളും ഷിഫിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അജ്മൽ സാർ ആഗ്രഹിച്ചതായിരുന്നു അത് ഹംദയെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. സിനാന് ഭക്ഷണവുമായി കൊണ്ടുവരുന്ന ആ ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് കാണാനില്ലാതായപ്പോൾ സിനാന് ശരിക്കും സങ്കടം വന്നിരുന്നു. ഈ കാര്യം അജ്മലിനോട് അവൻ തുറന്നു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അജ്മലിൻ്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായ ഒരു ഐഡിയ മാത്രമാണ്, അല്ലാതെ ഒരിക്കൽ പോലും അറബി വീട്ടിൽ ജോലിക്ക് വേണ്ടി വന്നതോ ഒന്നുമല്ലായിരുന്നു. ഹംദ എന്നുള്ള പേരുള്ള ആ ഒരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അജ്മൽ സാറിനുണ്ടായിരുന്നത്. എന്നാൽ ഇതാ അജ്മൽ സാറിൻ്റെ കൈക്കുമ്പിളിൽ അവൾ എത്തിയ പോലെയായി. ഇത്രയും പെട്ടെന്ന് അവൾ, പക്ഷേ അജ്മൽ സാറിന് സങ്കടം വന്നു. അത് അവൾ ഇപ്പോൾ പഴയ രീതിയിലല്ല. അവൾക്കൊന്നും അറിയില്ലായിരിക്കും. ഒരു പക്ഷേ അവളുടെ മാനസിക നില ആകെ തെറ്റിയിട്ടുണ്ടാകും. അജ്മൽ സാർ മനസ്സിൽ വിചാരിച്ചു, റബ്ബേ അവളെ രക്ഷിക്കണം. പക്ഷേ പഴയ രീതിയിൽ അവളായില്ലെങ്കിൽ പിന്നെ എന്താ, സിനാനോട് ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയണം. എന്നാൽ ഈ സമയം മുഹ്സിനയും സിനാനും സന്തോഷത്തിലായിരുന്നു. അവർ അറബിയുമ്മയുടെ വീട്ടിൽ. സിനാൻ മുഹ്സിനയോട് കാര്യങ്ങൾ പറയുകയാണ്. മുഹ്സി, എന്തേക്ക? പിന്നെ
ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ, ഹംദ എന്ന് പേരുള്ള അല്ലേ? അതെ. അവള് അവള് പിന്നെ തുറന്നു വിട്ടിട്ടില്ല. അവൾ അകത്ത് പൂട്ടിയിട്ട പോലെയാണ്. പഠിച്ചോനെ, അത് പാവം. ആ കുട്ടിക്ക് ഉമ്മയും ഉപ്പയും? അതെ, ഉമ്മയുണ്ട്. സോറി, ഉമ്മയില്ല, ഉപ്പയുണ്ട്. ഉമ്മ? അവർ ഒരു അപകടത്തിൽ അള്ളാഹുവിൻ്റെ അരികിലേക്ക് യാത്രയായി. പഠിച്ചോനെ, പാവട്ടോ ആ പെൺകുട്ടി. അതേടി, സത്യമായിട്ടും അവളുടെ കാര്യം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം സങ്കടമുള്ള വിഷയമാണ്. ആ കുട്ടിയെ പിന്നീട് അങ്ങോട്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല. എന്തെന്നറിയില്ല, പക്ഷേ അവളുടെ സ്ഥിതി വളരെ മോശമാണ്. സിനു, രക്ഷിക്കാൻ അവിടെ ആരുമില്ലേ? അജ്മൽ സാർ. ഇപ്പോൾ എൻ്റെ റോളിൽ അജ്മൽ സാറാണ് അവിടെ. അപ്പോൾ അജ്മൽ സാറിന് അജ്മൽ നിന്നെ ഇങ്ങോട്ട് രക്ഷിച്ച് കൊണ്ടുവന്നില്ലേ ആ കാട്ടാളന്മാരുടെ ഇടയിൽ നിന്ന്? രണ്ട് വീട്ടുകാരും ചേർന്ന് ഉപദ്രവിക്കുകയായിരുന്നല്ലോ നിന്നെയും എന്നെയും, അല്ലേ? നിന്നെ വിടില്ല എന്ന് വിചാരിച്ചതല്ലേ? എന്തായിപ്പോൾ? അവൻ നിന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഹംദയെ രക്ഷിക്കാൻ അവനക്കൊരു പണി ഉണ്ടാവില്ല. അത് ഇക്ക, ഇവിടെ എന്ന് വെച്ചാൽ അറബ് നാടല്ലേ? അറബ് വീട്ടിലെ കുട്ടികളൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ കളിച്ചാൽ ഒക്കെ ശരി തന്നെയാണ്. രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് അവൻ നിന്നിട്ടുള്ളത്. എന്തൊക്കെ തന്നെയല്ലോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ തന്നെ അതാ അജ്മലിനെ വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സിനു, എങ്ങനെയുണ്ടടാ? റാഹത്തല്ലേ? ഹാപ്പി അല്ലേ? എന്താ പെട്ടെന്ന് പോരാൻ അയക്കണോ? എടാ, അങ്ങനെ പറയലടാ. ഈ ദയവായി കുറച്ച് ദിവസം കൂടെ എങ്ങനെയെങ്കിലും ഈ അറബിനോടൊന്ന് പറഞ്ഞ് ശരിയാക്കി കൊണ്ടുടാ പ്ലീസ്. എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ കൂടെ ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ലടാ, സത്യമായിട്ടും. എടാ, ഒരാഴ്ചയല്ലേ കണക്ക്, 4 ദിവസം ആയിട്ടോ. ഇനി വെറും 2 3 2 ദിവസം കൂടിയൊക്കെ തന്നെ ഉള്ളൂ. 2 ദിവസം ഉഷാറാക്കിക്കോ. എടാ പ്ലീസ്, എനിക്ക് കുറച്ചുകൂടെ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് നിൽക്കണടാ. എനിക്ക് എന്തെന്നറിയില്ല, വല്ലാത്തൊരു വിഷമം, വിട്ടിട്ട് പോരാനേ തോന്നുന്നില്ല. അതൊക്കെ ഞാൻ സെറ്റ് ആയിക്കോളടാ, നീ ജീവിക്ക്. നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും. ഒരുപാട് കാലം വേർപെട്ട് കഴിഞ്ഞില്ലേ? ആവശ്യമില്ലാത്തതിൻ്റെ പേരിൽ വെറുതെ ഒരു കാര്യമില്ലാതെ കഷ്ടപ്പെട്ട് എന്തിനായിരുന്നു വെറുതെ ഇവരെല്ലാവർക്കും? ഇവരുടെ മനസ്സിലൊക്കെ എന്തായിരുന്നു? ഇങ്ങനെയുണ്ടല്ലോ ഓരോ മനുഷ്യർ. അജ്മൽ സാർ സിനാനോട് പറഞ്ഞു, സിനു നീ അവിടെ നിന്നോ, എന്തൊക്കെ തന്നെയാലും ഞാൻ അറബിയോട് സംസാരിച്ചൊക്കെ റെഡിയാക്കാം. എടാ, അറബി സ്ട്രോങ് ആണ്. അവരെ കയ്യിൽ അവർക്ക് ഇഷ്ടമില്ലാത്തതെങ്ങാനും പ്രവർത്തിച്ചു കഴിഞ്ഞാലേ പിന്നെ നേരെ ജയിലിലേക്കായിരിക്കും കേട്ടോ. പൊന്നു മോനെ, ഇവിടുത്തെ ജയിലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില ജയിലുകൾ നീർന്ന് നിൽക്കുവാൻ വരെ പറ്റാത്തൊരവസ്ഥയായിരിക്കും അത്രേ. കുമ്പിട്ട് നിൽക്കുന്ന ജയിലുകൾ. ഇരിക്കാം, കിടക്കാം, പക്ഷെ ഒരിക്കലും നിൽക്കാൻ കഴിയൂല. എന്താ അവസ്ഥ റബ്ബേ! അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ഒരുപാട് നിരപരാധികൾ തടവിൽ കഴിയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ. ഒരുപാട് ഇവിടുത്തെ നിയമം എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. സിനാൻ, നീ ഇതിനെ കൊണ്ടൊന്നും വിഷമിക്കണ്ട. ഞാൻ നല്ല രീതിയിൽ കണ്ടറിഞ്ഞ് എന്നെ പ്രവർത്തിക്കുള്ളൂ, അല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യില്ലടാ. എടാ, ഹംദൻ്റെ കാര്യം, ഹംദനെ ഞാനിപ്പോൾ ഏകദേശം സേഫാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഹംദ ഇപ്പോൾ എൻ്റെ കൂടെയാണ്. എടാ അജ്മൽ, നീ പറയുന്നത്? ആടാ, എൻ്റെ കൂടെ എൻ്റെ മുമ്പിൽ അവളുണ്ട്. എടാ അജ്മൽ, നീ എന്തേ പറയുന്നത്? അതേടാ, അതൊക്കെ ഒരു സംഭവമാണ്. എന്നാലും ഞാൻ ശരിക്കൊന്ന് മുഖത്തേക്ക് നോക്കാൻ വരെ എനിക്കൊക്കെ പേടിയാണ്. അവളെ ഭക്ഷണം കൊണ്ടു തരുമ്പോൾ ഞാൻ സ്നേഹത്തോട് വാങ്ങും എന്നല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. ഏതൊരു അറബിച്ചിയാണെങ്കിലും ഇവിടുത്തുകാരങ്ങനെ നോക്കാനൊന്നും പറ്റില്ലല്ലോ. റബ്ബേ, നീ എങ്ങനെ ഇത്? അതേടാ, അവൾക്ക് അല്പം സുഖമില്ലാതെയായി. റബ്ബേ, എന്തായിരുന്നു? അവൾ ടെൻഷനായിട്ടോ എന്തോ അറിയില്ല. ഇപ്പം തൽക്കാലം ഹോസ്പിറ്റലിലാണ്. അല്ല ജുമൽ, നീ? അതെ, ഞാൻ തന്നെയാണ് ഇവിടെ. എന്നെയാണ് അറബി നിർത്തുന്നത് ഇവിടെ നിൽക്കുവാൻ വേണ്ടിയിട്ട്. പൊന്നുമോൻ രക്ഷിക്കണം, നിൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് കാണണമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എടാ,
അവിടെയൊക്കെ അങ്ങനത്തെ ഒക്കെ വേക്കൻസി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണെടാ. എല്ലാം സത്യമായിട്ടും. ആ ഹംദ ഇന്ന് എൻ്റെ മുമ്പിലുണ്ട്. സിനാൻ, ഹംദയെ നോക്കേണ്ട ചുമതല എനിക്ക് ഏൽപ്പിച്ചിട്ട് ആണ് ഉള്ളത്. ഇനി എന്തൊക്കെ അറിയില്ല. എന്തൊക്കെ തന്നെയാലും അറബി പറയും. കാരണം ഹംദയുടെ നില അത്രക്കും. സിനാൻ, എന്തു പറ്റിയടാ? ഒന്നുമില്ലായിരുന്നല്ലോ അവൾക്ക്. പാവം പെണ്ണായിരുന്നോ? പാവം, അവൾക്ക് കിട്ടുന്ന ഭക്ഷണം അതവൾ എനിക്ക് കൊണ്ടുതരുമായിരുന്നു. സത്യമായിട്ടും എന്തു പറ്റിയത് അവൾക്ക്? അവൻ്റെ കണ്ണുകൾ നിറയുന്നു. എടാ അജ്മൽ, എന്താ പറ്റിയത്? ഹംദക്ക് എന്ത് പറ്റി? എടാ, നമ്മളവിടെ ഉള്ളപ്പോഴേ, അതായത് നീ ഉള്ളപ്പോഴേ കുട്ടി വീടിനകത്തായിരുന്നല്ലോ. പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ലടാ. സത്യമായിട്ടും അതിന് പൂട്ടിയിട്ട പോലെയുള്ള ശിക്ഷയാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇത്ര സീരിയസ് ആയ കാര്യം അറബി അറിയുന്നില്ല കേട്ടോ. പിന്നെ കുറേയൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞ് മയക്കുമ്പോഴേ ആദ്യ ഭാര്യയുള്ള കുഞ്ഞിനൊന്നും വല്ലാതെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അതാർക്കായാലും അങ്ങനെ തന്നെ. ഇപ്പോൾ എൻ്റെ കാല് പിടിച്ച് എന്നോട് പറയണേ, അജ്മൽ എൻ്റെ കുട്ടിയെ രക്ഷിക്കണം, എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയും എന്ന് തന്നെ. എന്താ സിനാനെ? എടാ അജ്മൽ, എന്തായാലും വേണ്ടില്ല, അവളെ രക്ഷിക്കണം. സത്യം പറഞ്ഞാൽ ഒരു സഹോദരിയുടെ സ്ഥാനത്താണ് ഞാൻ അവളെ കണ്ടത്. അവളെ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവളായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കൃത്യസമയത്ത് എനിക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം അവൾ കൊണ്ടുവന്ന് തരും. സത്യമായിട്ട് കണ്ണുകൾ നിറഞ്ഞു പോവും. എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും അതങ്ങനെ തന്നെ. പിന്നീട് എന്തറിയില്ല, പാവം അതിനെ പിടിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്താ ചെയ്യുക? അതിനുശേഷം സത്യം പറഞ്ഞ സിനാന് വല്ലാത്ത വിഷമായി. അജ്മൽ പറയുന്നു, സിനു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ മുസ്സിയുടെ കാര്യം നോക്കി അവളെ സന്തോഷിപ്പിച്ചൊക്കെ ഇരുത്ത്. ആയിക്കോട്ടെടാ, ഇൻഷാ അല്ലാ. അജ്മൽ സാറിന് എന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ചുമലിലേക്ക് വരുന്നത് പോലെ തോന്നി. എന്തായാലും വേണ്ടില്ല, എത്രമാത്രം റിസ്ക് എടുക്കേണ്ടി വന്നാലും ഞാൻ ഈ പെൺകുട്ടിയെ പഴയ രീതിയിലെത്തിക്കും. പെട്ടെന്ന് ഡോക്ടർ വിളിക്കുന്നു. ഹംദയുടെ കൂടെ ഉള്ളവരെ വിളിക്കൂ. സിസ്റ്റർ വിളിച്ചു. ഉപ്പയും അജ്മലും ഒരുമിച്ച് തന്നെ വന്നു. അപ്പോൾ പറഞ്ഞതുപോലെ ഓക്കെ, ഒന്നുകൂടെ വിശദീകരിക്കാമോ? അതായത് ഈ കുട്ടിയെ നിങ്ങൾ പരിചരിച്ച് കുട്ടിയുടെ മാനസിക നില, താളം തെറ്റിയ മാനസിക നില റെഡിയാക്കി കൊണ്ടുവരണം. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളാരെയും അറിയുന്നുണ്ടാവില്ല എന്ന് മാത്രമല്ല, അവൾക്ക് അതിൻ്റേതുള്ള ബോധം കാര്യങ്ങളും അത് വരുന്നുണ്ടാവില്ല. ഇൻഷാ അല്ലാ അതൊക്കെ നിങ്ങൾ ആക്റ്റീവാക്കി എടുക്കണം. എന്തൊക്കെ തന്നെയാലും ഒറ്റപ്പെടൽ എന്നുള്ള സംഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പെട്ടെന്നാണ് അജ്മൽ സാർ അതെ ആ ഡയറി അത് ശരിക്ക് ഡോക്ടറെ കാണിച്ചു കൊടുക്കണം. അതിൽ മുഴുവൻ ഒറ്റപ്പെടലും നൊമ്പരങ്ങളും വേദനകളും നിറഞ്ഞതായിരുന്നു. അവളുടെ കണ്ണുനീർ എത്രയോ ഒരു പക്ഷേ ഡയറിയിലേക്ക് ഉറ്റി വീണിട്ടുണ്ടാകും. പക്ഷേ എന്ത് ചെയ്യാൻ, എന്തായാലും വേണ്ടില്ല, എനിക്ക് അവൾ രക്ഷിച്ചേ മതിയാവൂ. ഇനിയൊരിക്കലും എളാമയുടെ കൈകളിലേക്ക് അവളെ ഞാൻ എത്തിക്കില്ല. അറബിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ അറബി തന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയെ രക്ഷിക്കണമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിന് അറബിച്ച് സമ്മതിക്കുമോ ഇല്ലയോ, അതാണ് അജ്മലിന് വിഷയം. കാരണം ഒരു പക്ഷേ അറബിയെ നല്ല രീതിയിൽ അവർ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തൊക്കെ തന്നെ നോക്കുകയാണെങ്കിലും ഏറ്റവും ശക്തി അറബിച്ചിക്ക് തന്നെയാണ്. സ്വത്തിൻ്റെ പേരിലും സമ്പത്തിൻ്റെ പേരിലുമൊക്കെ അവർ തമ്മിൽ ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. എന്നാൽ ഒരിക്കൽ പോലും അവൾ ഇങ്ങോട്ട് എണീറ്റ് വരരുത്. അവൾ മാനസിക രോഗിയായി അവിടെ സെല്ലിൽ കഴിയണം എന്നത് മാത്രമായിരുന്നു അറബിച്ചിയുടെ ആഗ്രഹം. ഹംദ, കുട്ടികൾ ചോദിക്കുന്നു, ഉമ്മ ഇത്താത്ത എവിടെ? അതെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന്. അല്ലുമ്മ, ഇത്താത്ത ഇവിടെ കാണുന്നില്ലല്ലോ. ഇത്താത്ത കഥയൊക്കെ പറഞ്ഞു തരും. അവൾ നിൽക്കുന്ന ആ ഒരു എഡിറ്റ് റൂമിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്താത്തയെ കാണണം, ഒന്ന് പോയി തരുമോ? എല്ലാവരും കൂടി ഇത്താത്ത. അതെ, നിങ്ങളെ ഇത്താത്തക്ക് മുഴുവൻ ഭ്രാന്താണ്. അവൾ സുഖമില്ലാത്ത കുട്ടിയാണ്. അവളെ കൊണ്ടുപോയിട്ടുണ്ട് സെല്ലിലേക്ക് അടച്ചിടാൻ. അല്ലെങ്കിലേ ഇല്ലല്ലോ ഉമ്മ. തർക്കുത്തരം പറയുന്നോടി, ആ തന്തൻ്റെ മക്കളെന്നല്ലേ നിങ്ങൾ?
മൂന്നും അതന്നെയാണ്. തനി സ്വഭാവം കാണിക്കുന്നുണ്ട്. മറ്റവളാണെങ്കിൽ അങ്ങനെ. ഇപ്പോഴും ഇതാ ഉള്ളത് ആ തന്തേനെ മക്കൾ തന്നെയല്ലേ. അറബിച്ച് കലിപ്പത്തിയായിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, കാണുന്നതും തൊടുന്നതും എല്ലാം ദേഷ്യം. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അവൾക്കുള്ള റൂം ആ ഇരുട്ടറ തന്നെയായിരിക്കും. അല്ലാതെ എൻ്റെ കുട്ടികളെ കൂടി അവൾ പേടിപ്പിക്കും. ഉമ്മ, നമുക്ക് ഇത്താത്തയെ കാണാൻ പോകാം. മിണ്ടരുത്. ബാപ്പയും മോളും വേലക്കാരനും എല്ലാവരും കൂടി താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയിക്കല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ എന്താവശ്യമുണ്ട്? ഞാൻ വിചാരിച്ചു ഇതോടുകൂടി അപ്പോൾ അവർ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. എന്താന്നില്ലേ, ഇങ്ങോട്ട് വരട്ടെ, അതിനനുസരിച്ച് തീരുമാനിക്കാം. സത്യം പറഞ്ഞാൽ ഹംദയെ വീട്ടിൽ നിന്ന് പാടെ ഉപേക്ഷിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു അവിടുത്തെ അറബിയുടെ രണ്ടാം ഭാര്യ. എല്ലാം തൻ്റെ മക്കൾക്കും എനിക്കും അവകാശപ്പെട്ടത്. ഹംദ ആദ്യ ഭാര്യയിലെ മകളാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് അവകാശങ്ങളില്ല എന്നതാണ് അവർ മനസ്സിലാക്കുന്നതും അത് നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതും. എന്നാൽ അജ്മലിൻ്റെ മനസ്സിൽ അവൾ ഒരു രാജകുമാരിയെപ്പോലെ ആ കൊട്ടാരത്തിൽ ആ അറബിയുടെ വീട്ടിൽ വളരേണ്ട പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മാനസിക നില തരണം ചെയ്ത് അവൾ ആ വീട്ടിൽ സുഖമായി വാഴണം. അതാണ് അജ്മൽ സാർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് ഭീരുവായി അറബിച്ചയെ പേടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ അവൾ വാഴണം. കാരണം ആ പിതാവിൻ്റെ മൂത്ത മകളാണ് ഹംദ. അവളെ വീട്ടിലെ തടങ്കലിൽ ഇട്ടതുപോലെയായിരുന്നു അവളുടെ അവസ്ഥ. എല്ലാം തിരിച്ചു പിടിക്കണം. ആ കൊട്ടാരത്തിലെ രാജകുമാരിയായിട്ട് ഹംദ വാഴണം. അതായിരുന്നു അജ്മൽ സാറിൻ്റെ പ്ലാനിങ്. അതിന് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷേ കളി സൂക്ഷിച്ചു വേണം. നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ കളി. ഒന്ന് പിഴച്ചാൽ എൻ്റെ റബ്ബേ നീ കാക്ക്. അജ്മൽ സാർ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഓർത്തു, തൻ്റെ ബുഷിയെക്കുറിച്ച് ഓർത്തു. അല്ലാ, അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. അജ്മൽ സാർ ഒരു നിമിഷം തൻ്റെ നാടിനെക്കുറിച്ച്, തൻ്റെ വീടിനെക്കുറിച്ച്, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച്, തൻ്റെ പെങ്ങളെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചു. റബ്ബേ, അവർ സേഫ്റ്റി ആയിരിക്കണം, അവർക്ക് ഒന്നും സംഭവിക്കരുത്. എന്നാൽ എനിക്ക് 2-3 വർഷം കൂടി ഇവിടെ നിന്നിട്ട് എല്ലാവരുടെയും കണ്ണീരൊപ്പിയിട്ട് ആഗ്രഹിച്ചവരുടെയൊക്കെ മനസ്സ് സന്തോഷിപ്പിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങണം. ഇൻഷാ അല്ലാ. അതിനു മുമ്പായിട്ട് അറബി എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി എനിക്ക് ചിത്രീകരിക്കണം. അത് പൂർത്തിയാക്കണം ഇൻഷാ അല്ലാ. അജ്മൽ സാർ അത് ഏറ്റെടുക്കുന്നു. അതെ, ഹംദയുടെ ചുമതല അത് അജ്മൽ സാറിന്. ഇൻഷാ അല്ലാ. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഇതെങ്ങാനും എളാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിഗതികൾ? അവളെ ശരിക്ക് ജീവിക്കാൻ ആ എളാമ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴെങ്കിലും സന്തോഷത്തോടു കൂടി തൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപക്ഷെ ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അതിന് കഴിയുന്നില്ല. ഹംദയുടെ ജീവിതം ഇനി എന്തായിത്തീരും? അജ്മൽ സാർ അവളെ രക്ഷിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.